Good morning to all. Voice and screen okay there? Okay. So good morning to all. Okay, let's start the class. Okay. So in the last class we have studied about string functions. Okay, different string functions we have studied. Okay, now moving on to conversion. Okay, as in the case of C, here also we have implicit and explicit conversion. What is conversion? Just converting one data type into another data type. That is conversion. So implicit conversion means internally that PHP will be doing that conversion. Okay, so that is known as coercion. And explicit conversion means we have to specify. Okay, explicitly we have to specify the conversion. Okay, ഒരു ഡാറ്റ ടൈപ്പിന് ഏത് ഡാറ്റ ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ. ആൻഡ് ഇംപ്ലിസിറ്റ് ആയിട്ട് അതായത് എന്താണ് ഇൻബിൽട്ട് ആയിട്ട് PHP ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്ന കൺവേർഷൻ ആണ് implicit conversion or coercion. So implicit conversion means if we are providing a number, okay, 1 2 3 4 in double quotes, it will be considered as a string. Okay, so എന്താണ് ഒരു സ്ട്രിംഗ് കോണ്ടെക്സ്റ്റിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ന്യൂമറിക് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ന്യൂമറിക് വാല്യൂ വിൽ ബി കൺവേർട്ടഡ് ടു സ്ട്രിംഗ്. ഓക്കെ, ഇപ്പോൾ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂമറിക് വാല്യൂ ഒരു സ്ട്രിംഗ് കോണ്ടെക്സ്റ്റിലാണ് വരുന്നതെങ്കിൽ ദാറ്റ് വാല്യൂ വിൽ ബി ഓട്ടോമാറ്റിക്കലി കൺവേർട്ടഡ് ടു സ്ട്രിംഗ്. Likewise, when a string value, okay, ഒരു string ആണ് when it comes to a numeric context. Numeric context string value വരുവാണെങ്കിൽ that string will be converted to numeric. Okay, അതുപോലെ if a string contains a number, ഒരു നമ്പർ ഉണ്ട് അതിന്റെ കൂടെ ഒരു ഡോട്ട് ഇ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 12.E4, ഓക്കെ, ഇൻ ഡബിൾ കോഡ്സ് നിങ്ങൾ എന്താണ് സ്ട്രിംഗ് ആയിട്ട് 12.E4 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. കാരണം ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇ സ്റ്റാൻഡ്സ് ഫോർ എക്സ്പൊണന്റ്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റേർണലി PHP എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. അത് കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. നമുക്കിപ്പോൾ കിട്ടേണ്ട വാല്യൂ സ്ട്രിംഗ് ആണ്, നമ്മൾ 1 2 3 4 ആണ് കൊടുത്തതെങ്കിൽ, ഡബിൾ കോഡ്സ് കൊടുത്തതെങ്കിൽ ദാറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് എ സ്ട്രിംഗ്. ന്യൂമറിക് ടൈപ്പ് ആണെങ്കിലും അതിനെ സ്ട്രിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യും. സോ അങ്ങനെ
ഓരോ കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഇന്റേണലി എന്ത് ചെയ്യുന്നതാണ്, കൺവേർട്ട് ചെയ്യുന്നതാണ്, PHP കൺവേർട്ട് ചെയ്യുന്നതാണ് ഇംപ്ലിസിറ്റ് കൺവേർഷൻ. ഓക്കെ, അതുപോലെ നമുക്കൊരു വലിയൊരു എക്സ്പ്രഷൻ ഉണ്ട്, ഇൻഡിജറും ഡെസിമലും ഒക്കെ കൂടിയിട്ടുള്ളൊരു ബിഗ് എക്സ്പ്രഷൻ, ആൻഡ് ഫൈനൽ റിസൾട്ട് വിൽ ബി ഓഫ് ടൈപ്പ്, നോർമലി ടൈപ്പ് ഡബിൾ ആയിരിക്കും. ഓക്കെ, കാരണം ഡബിൾ ആണ് സൈസ് കൂടുതൽ. സോ ഡബിളും ഇൻഡിജറും കൂടെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ദ ഫൈനൽ റിസൾട്ട് വിൽ ബി ഓഫ് ഡബിൾ. ഓക്കെ, ദാറ്റ് ഈസ് എ ഇംപ്ലിസിറ്റ് റൂൾ. ഇനി നമുക്ക് ഇൻഡിജറിലോട്ട് തന്നെ കൺവേർട്ട് ചെയ്യണം, റിസൾട്ട് ഇൻഡിജർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു എക്സ്പ്ലിസിറ്റ്ലി വി ഹാവ് ടു കൺവേർട്ട്. Okay, so for explicit conversion in PHP, we have three different ways. One is, see the example, $sum equal to 4.77. Okay, it is a decimal value. Next, we are specifying int of $sum. The sum nu parna variable, it is a decimal value, and you have to convert that into integer. Adana bracket il nammal endu parnu kodukka, data type parnu kodukka. Okay, so the output will be 4 because 4.77 on a value. When you are converting that to integer, the output will be 4. Okay, that is the first technique. And second technique, we have sum equal to same 4.77, and we are using some functions. Okay, already ulla korchu functions. Okay, what are that functions? Int val, float val, str val, double val. ഓക്കെ, ഇങ്ങനെ പറഞ്ഞ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. ആ ഫങ്ഷൻസിന്റെ ഉള്ളിൽ പാരാമീറ്റർ പാസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ്, സി സം കൊടുത്തു, ഇൻറ്റ് വാൽ ഓഫ് $sum എന്ന് പറഞ്ഞ എന്താണ്, സം എന്ന് പറഞ്ഞ ആളെ നമ്മൾ എന്തിലോട്ട് മാറ്റണം, ഇൻഡിജറിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു കൊടുക്കുവാണ്. ഓക്കെ, സോ ദ ഔട്ട്പുട്ട് വിൽ ബി സെയിം ആസ് 4. ഈ രണ്ട് കേസിന്റെ ഔട്ട്പുട്ട് 4 തന്നെയാണ്. ഇവിടെ നമ്മൾ ഇൻറ്റ് ഓഫ് എന്ന് പറഞ്ഞു കൊടുത്തു, ഇൻറ്റ് ഇൻ ബ്രാക്കറ്റ് പറഞ്ഞു കൊടുത്തു. ഇവിടെ നമ്മൾ ഇൻറ്റ് വാൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തു. ഇൻറ്റ് വാൽ യൂസ് ചെയ്യാം, ഓക്കെ, ഫ്ലോട്ട് വാൽ ഓർ ഡബിൾ വാൽ യൂസ് ചെയ്യാം, ദെൻ str വാൽ, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻസ് ഉണ്ട്. Okay, that will be converting to its type. Then we have third way, means we are using another function called set type. Okay, set type എന്ന് പറഞ്ഞിട്ടുള്ള ഒരു function. It consists of two parameters. Okay, first എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിൾ ആരെയാണോ കൺവേർട്ട് ചെയ്യേണ്ടത്, that is the first parameter, and second one specifies the data type. ഇപ്പൊ എന്താ, $sum എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഉണ്ട്, ആ വേരിയബിളിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുക, ഇൻഡിജറിലോട്ട് കൺവേർട്ട് ചെയ്യുക. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് സെറ്റ് ടൈപ്പ്. സോ വി ഹാവ് 3 ഫംഗ്ഷൻസ് ഫോർ എക്സ്പ്ലിസിറ്റ്. എക്സ്പ്ലിസിറ്റ് നമുക്ക് 3 വേസിൽ ചെയ്യാം. ഫസ്റ്റ് വേ എന്ന് പറയുന്നത് എന്താ, ജസ്റ്റ് സിയിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ ബ്രാക്കറ്റിൽ ഡാറ്റ ടൈപ്പ് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, സോ ദാറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു പെർട്ടിക്കുലർ ഡാറ്റ ടൈപ്പ്. സെക്കൻഡ് കേസ് വി ക്യാൻ യൂസ് ഇൻറ്റ് വാൽ, ഫ്ലോട്ട് വാൽ, ഓക്കെ, str വാൽ, അങ്ങനെ കറസ്പോണ്ടിങ് ടൈപ്പിലോട്ട് നിങ്ങൾക്ക് ആ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കുക. തേർഡ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സെറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അത് 2 പാരാമീറ്റർ എടുക്കും. ഫസ്റ്റ് എന്താണ്, വേരിയബിൾ നെയിം ആണ്, ദാറ്റ് ഈസ് ഏത് വേരിയബിളിനെയാണോ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്, സ്പെസിഫൈ ദാറ്റ്, ആൻഡ് കൊമ ഇൻ നെക്സ്റ്റ് ഡബിൾ കോഡ്സ് എന്ത് പറഞ്ഞു കൊടുക്കുക, ദ ഡാറ്റ ടൈപ്പ്, ഏത് ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ തേർഡ് കേസ്. സോ ഇതാണ് എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കൺവേർഷൻസ് ഇൻ PHP. So implicit conversion is known as coercion, and explicit means we have to specify. Okay, now in PHP there is a var dump എന്ന് പറഞ്ഞ ഒരു function. var dump എന്ന് പറഞ്ഞാൽ it returns the type of the variable. Okay, variableന്റെ type, data type return ചെയ്യുന്നതിന്റെ ഒരു മെത്തേഡ് ആണ് var dump. See, ഇവിടെ $i equal to 1 എന്ന് പറഞ്ഞു കൊടുത്തു. 1 stands for integer. Okay, so var dump of $i എന്ന് പറഞ്ഞു കൊടുത്തു. var dump means var underscore dump എന്നാണ്, of $i means it will return $i is integer എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യും. ഇനി $i equal to 2.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ഫ്ലോട്ട് ആണ്. ഇനി $i equal to PHP type casting, ഒരു സ്ട്രിങ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ അതിന്റെ ടൈപ്പ് എന്താണ്, സ്ട്രിങ് ആണ്. സോ അങ്ങനെ ഒരു വേരിയബിളിന്റെ ടൈപ്പ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് var dump എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, ടൈപ്പ് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ കൺവേർഷൻസ് ഇംപ്ലിസിറ്റും ഉണ്ട് എക്സ്പ്ലിസിറ്റും ഉണ്ട്. ഓക്കെ, ഇംപ്ലിസിറ്റ് മീൻസ് PHP ഓട്ടോമാറ്റിക്കായിട്ട് കൺവേർട്ട് ചെയ്യും. എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസർക്ക് എന്ത് ചെയ്യാം, കൺവേർഷൻ ചെയ്യാൻ പറ്റും. അത് 3 വേസിൽ പറയാം. ഒന്ന് ലൈക്ക് സി, ഡാറ്റ ടൈപ്പ് പറഞ്ഞു കൊടുക്കുക. സെക്കൻഡ് കേസിൽ ഈ 3 ഫംഗ്ഷൻസ് യൂസ് ചെയ്യാം. തേർഡിൽ സെറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ്. ക്ലിയർ? Next, output. Okay, outputting. PHP how you are going to provide output. Output can be provided using echo and print. Okay, echo statement, you can use echo statement or print statement
to display the content. Okay, so what is the difference? Echo has no return value. This is very important. Okay, echo has no return value, but print has a return value of 1. എന്തെങ്കിലും ഒന്ന് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ it returns 1. Okay, that all. പിന്നെന്താ, echo can take multiple parameters. Okay, multiple parameters യൂസ് ചെയ്യാം, but പ്രിന്റിൽ എന്താണ്, 1 ആർഗ്യുമെന്റ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. And echo is compared to print, echo is little faster. വർക്കിംഗിൽ എക്കോ ആണ് ഫാസ്റ്റർ. രണ്ടും എന്തിനു വേണ്ടിയിട്ടാണ്, പ്രിന്റ് ചെയ്യാൻ തന്നെ വേണ്ടിയിട്ടാണ്. ബട്ട് എക്കോ ഇറ്റ് ഡസ് നോട്ട് റിട്ടേൺ എ വാല്യൂ, പ്രിന്റ് വിൽ റിട്ടേൺ എ വാല്യൂ 1. Okay, echo can take multiple parameter, print can take only 1 argument or parameter, then echo is faster. Okay, then echo can be used with or without parenthesis. Okay, echo just echo space എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഡിസ്പ്ലേ കൊടുക്കാം, അല്ലെങ്കിൽ ബ്രാക്കറ്റിലും കൊടുക്കാം. Okay, അതിനൊരു സ്ട്രിക്റ്റ് റൂൾ ഇല്ല. either you can use both of this technique. either echo എന്ന് മാത്രം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എക്കോന്റെ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്യുന്നത് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ രണ്ട് മെത്തേഡാണ് ഔട്ട്പുട്ടിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇസ് എക്കോ ആൻഡ് അതർ വൺ ഇസ് പ്രിന്റ്. ഓക്കെ, സോ സീ ദ എക്സാമ്പിൾ ഹിയർ. ദർ ഇസ് വൺ എക്സാമ്പിൾ. HTML കോഡ് എഴുതി PHP ടാഗിൽ നിങ്ങൾ എന്ത് കൊടുത്തു, എക്കോ എന്ന് പറഞ്ഞു കൊടുത്തു. സോ എക്കോ ഇൻ ഡബിൾ കോഡ്സ് H2 എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ HTML ടാഗ് ആണ് H2. ഓക്കെ, H2 ഫോണ്ട് സൈസ്, അത് ഡബിൾ കോഡ്സ് കൊടുക്കണം. H2 ഫോണ്ട് സൈസിൽ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. നെക്സ്റ്റ് എന്താണ്, എക്കോ അടുത്ത ലൈനിൽ എന്തോ കണ്ടന്റ് കൊടുത്തു. അങ്ങനെ എക്കോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഡബിൾ കോഡ്സിലിട്ട് കൊടുക്കാം. ഓക്കെ, ദെൻ മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് എങ്ങനെ കൊടുക്കുക, കൊമ ഇട്ടിട്ടാണ് മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് കൊടുക്കുന്നത്. ദിസ് കൊമ സ്ട്രിംഗ് വാസ് മെയ്ഡ്, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ കോഡ്സ് കൊമ ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സും കൊടുക്കാൻ പറ്റും. Okay, this is one example. And another example, see, PHP കോഡിൽ രണ്ട് വേരിയബിൾ ഉണ്ട്. text1 എന്ന് പറഞ്ഞൊരു വേരിയബിൾ, text2 എന്ന് പറഞ്ഞൊരു വേരിയബിൾ, രണ്ടും സ്ട്രിംഗ് ആണ്. ദെൻ xy എന്ന് പറഞ്ഞ രണ്ട് വേരിയബിൾ ഉണ്ട്, 5 and 4. ഓക്കെ, എല്ലാ വേരിയബിൾസും സ്റ്റാർട്ട്സ് വിത്ത് $sign. ഓക്കെ, സോ എക്കോ H2 സൈസിൽ ഡോട്ട് സ്റ്റാൻഡ്സ് ഫോർ കൺകാറ്റിനേഷൻ, text1 കൺകാറ്റിനേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ലേൺ PHP എന്ന് പറഞ്ഞ text1ലെ കണ്ടന്റ് എന്താണ്, ലേൺ PHP. സോ അത് ഡിസ്പ്ലേ ആവും. നെക്സ്റ്റ് സ്റ്റഡി PHP at എന്താണ്, സ്റ്റഡി PHP at $text2. text2ലെ കണ്ടന്റ് എന്താണ്, w3schools.com. സോ സ്റ്റഡി PHP at w3schools.com. ഓക്കെ, അത് കഴിഞ്ഞു. BR സ്റ്റാൻഡ്സ് ഫോർ നമ്മുടെ HTML ടാഗ് ആണ്, BR ബ്രേക്ക് ചെയ്യുക, നെക്സ്റ്റ് ലൈനിലോട്ട് വരിക. ഓക്കെ, അപ്പോൾ ടാഗ്സ് ഒക്കെ നിങ്ങൾക്ക് എക്കോ സ്റ്റേറ്റ്മെന്റിനുള്ളിൽ കൊടുക്കാം, അത് ഡബിൾ കോഡ്സിൽ കൊടുക്കണമെന്നേ ഉള്ളൂ. നെക്സ്റ്റ് എന്താ, എക്കോ $x plus $y, എന്താ ചെയ്യുന്നത്, 5 plus 4. $x means 5, $y means 4. സോ പ്ലസ് ആണ് ചെയ്യുന്നത്. സോ പ്ലസ് ചെയ്യാന്ന് പറഞ്ഞാൽ 5 plus 4 9 എന്ന് പറഞ്ഞ ആൻസർ എക്കോ ചെയ്യും. സോ ഔട്ട്പുട്ട് വിൽ ബി 9. സി, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എക്കോയിൽ കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാം. പിന്നെ PHPയിൽ വി ആർ യൂസിങ് ഡോട്ട് ആസ് ദ കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ. ഓക്കെ, ദിസ് ഈസ് എക്കോ. And what about print? You have to study because echo and print in a difference ചോദിക്കാം. So with an example you have to write it. Okay, same PHPന്റെ കേസിലാണെങ്കിലും സെയിം തന്നെ. ഓക്കെ, ടാഗ്സ് ഒക്കെ ഡബിൾ കോഡ്സ് കൊടുക്കുക, കണ്ടന്റ്സും ഡബിൾ കോഡ്സ് കൊടുക്കുക, സെയിം ആസ് എക്കോ. ഓക്കെ, ഇനി ഇതാ ഹിയർ സെയിം എക്സാമ്പിൾ നോക്കൂ. പ്രിന്റ് H2 സെയിം ആണ്, എക്കോന് പകരം അവിടെ എന്ത് കൊടുത്താൽ മതി, പ്രിന്റ് കൊടുത്താൽ മതി, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ഓക്കെ, ബട്ട് പ്രിന്റിന്റെ കേസിൽ ദേ വോണ്ട് ടേക്ക് മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ്. സോ കൊമ ഇട്ടൊന്നും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല, ഒറ്റൊരു ഡബിൾ കോഡ്സിനുള്ളിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. Clear? This is the difference between echo and print. Both are used as output statements. Okay, and in print അതുപോലെ നമുക്ക് എന്തുണ്ട്, printf എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ട്. ഓക്കെ, സിയിലുള്ള printf പോലെ നമുക്ക് ഇവിടെയും എന്ത് ചെയ്യാം, printf കൂടെ കൊടുക്കാം. പ്രിന്റ് ആണ് നോർമലി ഉള്ളത്, printf നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, printfന്റെ സിന്റാക്സ് നോർമലി നമ്മുടെ സിയിലുള്ള സെയിം സിന്റാക്സ് ആണ്. ഓക്കെ, അപ്പോൾ PHPയിൽ എന്തുണ്ട്, printf എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനും കൂടി ഉണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് സിമിലർ ടു സി ആണ്. ആൻഡ് അത് ഫോർമാറ്റിങ്ങിനാണ് യൂസ് ചെയ്യുക. ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പം ഒരു സിയിൽ പഠിച്ചിട്ടുണ്ടാവും, %10s എന്ന് പറഞ്ഞാൽ എന്താ, യു ഹാവ് ടു ഡിസ്പ്ലേ എ സ്ട്രിങ്, S stands for string with 10 characters. ആ സ്ട്രിങ്ങിൽ എത്ര ക്യാരക്ടേഴ്സേ പാടുള്ളൂ, 10 ക്യാരക്ടേഴ്സേ പാടുള്ളൂ. ദാറ്റ് ഈസ് ഫോർമാറ്റിംഗ്. ഔട്ട്പുട്ടിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോർമാറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ %6d എന്ന് പറഞ്ഞാൽ എന്താണ്, an integer field of 6 digit. D stands for integer ആണ്.
Okay, so 6 digit. The C-ലുള്ള സെയിം കോൺസെപ്റ്റ് തന്നെ PHP-യിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പെർസെൻറ്റേജ് 5.2F എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോട്ട് അല്ലെങ്കിൽ ഡബിൾ ഫീൽഡ് ആണ് അവിടെ വരേണ്ടത്. ഓക്കെ, 5.2 മീൻസ് ടോട്ടൽ 8 സ്പേസ് വരും. എങ്ങനെയാണ്? 5 + 2 7 പ്ലസ് ഒരു ഡോട്ടും കൂടി ഉണ്ട് അവിടെ ഡെസിമലിന്റെ. സോ 5 + 2 7 + 1 8. 8 സ്പേസ് ഉണ്ടായിരിക്കണം. അതിൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്പേസും ഡെസിമൽ പോയിന്റിന് മുന്നേ 5 ഡിജിറ്റ്സും ഉണ്ടായിരിക്കണം. അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പെർസെൻറ്റേജ് 10s എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രിംഗ് ആണ് ഡിസ്പ്ലേ ആവേണ്ടത്, 10 ക്യാരക്ടേഴ്സ്. D stands for integer. ഓക്കെ, 6 ഡിജിറ്റ് ഇൻഡിജർ വാല്യൂ. ഇനി 5.2F മീൻസ് എ ഡബിൾ വാല്യൂ അല്ലെങ്കിൽ ഫ്ലോട്ട് വാല്യൂ ആണ്. ടോട്ടൽ സ്പേസ് എത്രയാണ്? 8 ആണ്. ഓക്കെ, 8 എങ്ങനെയാ വരിക? ഇൻക്ലൂഡിംഗ് ദ ഡെസിമൽ പോയിന്റ്. സോ ഡെസിമൽ പോയിന്റിന് റൈറ്റിൽ 2 പ്ലേസ് കണ്ടോ? 0.2 എന്ന് പറയാൻ കാരണം ഡെസിമൽ പോയിന്റിന് ശേഷം 2ഉം ഡെസിമൽ പോയിന്റിന് ലെഫ്റ്റിലോട്ടായിട്ട് 5 ഡിജിറ്റ്സും നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഫോർമാറ്റിംഗ്. ഇപ്പൊ ഫോർമാറ്റിംഗ് കൂടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ printf നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സിമിലർ ടു C. ഓക്കെ, ഫോർ എക്സാമ്പിൾ $day = Tuesday, $high = 79. ഓക്കെ, സോ printf ഡബിൾ കോട്ട്സിൽ the high on %7s ഓക്കെ വാസ് %3d എന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്ട്രിംഗ് വാല്യൂ ആണ് വേണ്ടത്, 7 ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഇവിടെ ഒരു ഇൻഡിജർ വാല്യൂ ആണ് വേണ്ടത്, 3 നമ്പർ ആണ് ഉണ്ടാവുക, 3 ഡിജിറ്റ്സ് ആണ് ഉണ്ടാവുക. സോ ഫസ്റ്റ് എന്താണ്? കൊമ %day %high എന്ന് പറഞ്ഞാൽ എന്താ? ഡേ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിലെ കണ്ടന്റ് ഇവിടെ പോവും, ഫസ്റ്റ് പോവും, %s പോവും. ഹൈയിലെ കണ്ടന്റ് എവിടെ പോവും? സെക്കൻഡ് %d3 പോവും. ഓക്കെ, 2 വാല്യൂ യു ഹാവ് ടു ഡിസ്പ്ലേ. രണ്ടെണ്ണാണ് ഡിസ്പ്ലേ ചെയ്യാനുള്ളത്. ഒന്ന് സ്ട്രിംഗ് ആണ്, ഒന്ന് ഇൻഡിജർ ആണ്. സോ ആ ഒരു ഓർഡർ, ഫസ്റ്റ് ഓഫ് ഓൾ സ്ട്രിംഗ് ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. സോ സ്ട്രിംഗ് പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് ഇൻഡിജർ ആണ്, സോ കൊമ ഇൻഡിജർ വാല്യൂ പറഞ്ഞു കൊടുക്കുക. ആ ഓർഡറിൽ തന്നെ അവർ പ്രിന്റ് ചെയ്യും. സോ ഡേ എന്ന് പറയുന്നത് എന്താണ്? ട്യൂസ്ഡേ ആണ്. ട്യൂസ്ഡേക്ക് എത്ര ലെറ്റർ ഉണ്ട്? നോർമലി 7 ഉണ്ട്. അപ്പോൾ %7s മീൻസ് 7 ക്യാരക്ടർ സ്പേസ് അവിടെ ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് ട്യൂസ്ഡേ എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഇനി %3d എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഇൻഡിജർ ആണ്. അവിടെ 79, 2 ഡിജിറ്റേ ഉള്ളൂ. ബിഫോർ ദാറ്റ് ഒരു 0 കൊടുത്തോളൂ, 079 എന്ന് പറഞ്ഞു കൊടുത്തോളൂ. കാരണം ഡിസ്പ്ലേ ഫോർമാറ്റ് 3D ആണെങ്കിൽ ഇവിടെ 2 ഉള്ളൂ, 2 ഡിജിറ്റേ ഉള്ളൂ. അപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ 0 ഇട്ടാൽ മതി. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് ഔട്ട്പുട്ടിന് എന്ത് ചെയ്യാം? ഫോർമാറ്റ് ചെയ്യാം. ഏത് ഔട്ട്പുട്ട് ആണെങ്കിലും ഫോർമാറ്റ് ചെയ്യാം. ഫോർമാറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസ്പ്ലേ കൊടുക്കാം. അത് നമ്പർ വെച്ച് സ്പെസിഫൈ ചെയ്യാം. നമ്പർ സ്പെസിഫൈ ചെയ്യണത് എന്താ? അത്രയും ക്യാരക്ടേഴ്സിന്റെ സ്പേസ് അവിടെ ഔട്ട്പുട്ട് സ്ക്രീനിൽ സെറ്റ് ചെയ്യും. ഓക്കെ, %7s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ടു ഡിസ്പ്ലേ എ സ്ട്രിംഗ് വിത്ത് 7 ക്യാരക്ടേഴ്സ്. ഓക്കെ, %3d means you are going to display an integer value with 3 digits. Okay, that is the case of formatting. So PHP also borrows the printf function from C, and all the syntax and formatting techniques are same as C. Okay, percentage sign കഴിഞ്ഞിട്ട് ഒരു നമ്പർ കൊടുക്കണം. ആ നമ്പർ കൊടുത്തിട്ട് എന്ത് പറയാം? എന്ത് ടൈപ്പ് ആണെന്ന് പറഞ്ഞു കൊടുക്കണം. അതാണ് ഈ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഫ്ലോട്ടിന്റെ കേസിൽ നിങ്ങൾ ഇങ്ങനെയാണ് പറയാ. പെർസെൻറ്റേജ് ഇപ്പൊ %3.1 ആണെങ്കിൽ അതിനർത്ഥം ഡെസിമൽ പോയിന്റിന് ശേഷം 1 ഡിജിറ്റ്, ഡെസിമലിന് മുന്നേ 3 ഡിജിറ്റ്. ടോട്ടൽ സ്പേസ് മീൻസ് ഇൻക്ലൂഡിംഗ് ഡെസിമൽ പോയിന്റ് യു ഹാവ് ടു സ്പെസിഫൈ ദ ടോട്ടൽ സ്പേസ്. ഇവിടെ 8 സ്പേസ് ആണ്. എന്തുകൊണ്ടാണ് 8 വന്നത്? 5 ഡിജിറ്റ് ഉണ്ട്, 2 ഡിജിറ്റും ഉണ്ട്. ഇപ്പൊ 7 ആയി. പ്ലസ് 1 ഡിജിറ്റ് ഫോർ 1 സ്പേസ് ഫോർ ഡെസിമൽ പോയിന്റ്. അപ്പോൾ 5 + 2 7 + 1 8. Okay, this is the formatting case. Is it clear? Clear ആണോ? കാർത്തിക്, കീർത്തന, ഇജാസ്, അദ്വൈത്, ക്ലിയർ? ഒന്ന് വേഗം റെസ്പോണ്ട് ചെയ്തേ. ക്ലിയർ ആണോ? ഇജാസ്, റിസ്വിൻ, ശ്രദ്ധ, മസ്ന, okay. So moving on to next is control statements. Okay, control statements simply basics ആണ്. So just C പഠിച്ച പോലെ ആലോചിച്ചാൽ മതി. Okay, control statements നമുക്കറിയാം എന്താണ്? നോർമൽ എക്സിക്യൂഷൻ ചെയ്യുന്നതിന് പകരം based on some condition and all we have to work. Okay, അതിനാണ് control statements യൂസ് ചെയ്യുന്നത്. Inside control statements we have selection statements and looping statements. Selection means based on a condition we will select ഏത് പാർട്ട് വർക്ക് ചെയ്യണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യും. സെലക്ഷൻ.
Looping means you have to perform it n number of times. ഒരു ടാസ്ക് n number of times വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ we give loops. Okay. So both comes under control statements. സെലക്ഷനും ലൂപ്പിങ്ങും രണ്ടും എന്തിൽ വരുന്നത് തന്നെയാ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിൽ വരുന്നതാണ്. Okay. So inside the selection statements we have the first statement as if statement. Okay, if എന്താണ് if we will provide a condition. Okay, syntax ഒന്നും ഇനി അറിയേണ്ട ആവശ്യമില്ല. Just if condition കൊടുക്കും അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോഡ് കൊടുക്കാം. Condition true ആണെങ്കിൽ that particular code will be executed. Okay, so for example here there is an HTML page and inside of that PHP query കൊടുത്തിട്ടുണ്ട് $t equal to date of h. Date of h എന്ന് പറഞ്ഞാൽ date is a function. Okay, h returns the hour. Okay, h എന്നുള്ള പാരാമീറ്റർ y എന്ന് പറഞ്ഞ പാരാമീറ്റർ നമ്മൾ പഠിച്ചു. y എന്നാണ് ഇവിടെ കൊടുത്തതെങ്കിൽ 4 ഡിജിറ്റ് ഇയർ ആയിരുന്നു റിട്ടേൺ ചെയ്യുക. ഓക്കെ, ഡേറ്റ് ഓഫ് y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഡിജിറ്റ് ഇയർ. അപ്പൊ 2021 എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യും. 2021 4 ഡിജിറ്റ് ആണ്. ഡേറ്റ് ഓഫ് ക്യാപിറ്റൽ h എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ 0 to 24 നമുക്ക് 24 അവേഴ്സ് ആണുള്ളത്. ആ 24 അവേഴ്സിൽ വരുന്ന ആ ഒരു അവർ കറസ്പോണ്ടിങ് അവർ എന്താണോ ഇപ്പോഴത്തെ അവർ എന്താണോ അത് റിട്ടേൺ ചെയ്യും ക്യാപിറ്റൽ എച്ച്. ഓക്കെ, സോ ആ അവറിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ ഒരു ടാസ്ക് ചെയ്യുന്നു. അപ്പോൾ അതൊന്നും ഇല്ല, ജസ്റ്റ് ഇവിടെ നിങ്ങളൊരു എന്തെങ്കിലും ഒരു വാല്യൂ $t equal to 30 എന്ന് പറഞ്ഞ് കൊടുത്താലും മതി എക്സാമിനൊക്കെ എഴുതുമ്പോൾ. ഓക്കെ, $t equal to 30 എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യുക. എങ്ങനെ ടെസ്റ്റ് ചെയ്യുക? ഇഫ് $t എപ്പോഴും ഡോളർ കൊടുക്കാൻ ആലോചിക്കുക. ബിക്കോസ് ഒരു വാരിയബിളിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഡോളർ ഉണ്ടായിരിക്കും PHP-യിൽ. ഇഫ് $t ലെസ് ദാൻ 20 ആണെങ്കിൽ, ഓക്കെ, ലെസ് ദാൻ 20 ആണെങ്കിൽ എക്കോ എന്താണ് എക്കോ ചെയ്യേണ്ടത്? ഹാവ് എ ഗുഡ് ഡേ എന്ന് പറഞ്ഞ് എക്കോ ചെയ്യാം. ഓക്കെ, ഇഫ് കണ്ടീഷൻ ക്ലോസ് ചെയ്തു, PHP ക്ലോസ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് എൻ എക്സാമ്പിൾ ആണ്, നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള എക്സാമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ജസ്റ്റ് ഇഫ് കണ്ടീഷൻ കൊടുക്കാം. ഓക്കെ, $t ലെസ് ദാൻ ഒരു പെർട്ടിക്കുലർ വാല്യൂ കൊടുത്തു. ഓക്കെ, സോ ഇഫ് ദാറ്റ് ഇസ് ട്രൂ, ദാറ്റ് കറസ്പോണ്ടിങ് ഹാവ് എ ഗുഡ് ഡേ എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് വരും. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ഫാൾസ്, ഇറ്റ് വിൽ കം ഔട്ട് ഓഫ് ദ ഇഫ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഫാൾസ് ആണെങ്കിൽ ഒന്നും ചെയ്യാനില്ല, സിമ്പിൾ ഇഫ് ആണ്. ഓക്കെ, ഫാൾസ് ആണെങ്കിൽ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് നോ ഔട്ട്പുട്ട് ആയിരിക്കും, ഒന്നും ചെയ്യാനില്ല. ദിസ് ഇസ് ഇഫ്. ഇപ്പൊ ഡേറ്റ് ഓഫ് h എന്ന് പറഞ്ഞ ഒന്നുമില്ല, യു വിൽ ഗെറ്റ് ദ അവർ വാല്യൂ. 24 അവർ ക്ലോക്ക് ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ വരുന്ന കറസ്പോണ്ടിങ് അവർ എന്താണോ അത് റിട്ടേൺ ചെയ്യും. നെക്സ്റ്റ് if else. if else എന്ന് പറയുമ്പോൾ എന്താണ്? if true ആണെങ്കിൽ you have to perform a task. Otherwise, if it is false, you have to perform another set of task. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? if else കൊടുക്കും. ഓക്കെ, സോ സെയിം തന്നെ. ഇഫ് എന്താണ്? ഇഫ് $t ലെസ് ദാൻ 20 ആണെങ്കിൽ യു ക്യാൻ ഗിവ് സം മെസ്സേജ്. എൽസ് എന്താണ്? അതിൻ്റെ ഉള്ളിൽ വേറെ മെസ്സേജ് കൊടുക്കുക. സോ ഡിപ്പെൻഡിങ് ഓൺ ദ കണ്ടീഷൻ ഇറ്റ് വിൽ വർക്ക്. ഓക്കെ, ട്രൂ ഓർ ഫോൾസ് ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യും. അതാണ് if else. നെക്സ്റ്റ് if else. മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ്. ഇപ്പൊ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്? if elseന്റെ കേസിൽ എന്താണ്? ഒരു കണ്ടീഷനാണ് വർക്ക് ചെയ്യുന്നത്. ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം. ഇനി നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് വരുന്ന കേസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? എൽസ് ഇഫ് ലാഡർ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് if else. ഓക്കെ, സോ അവിടെ എന്താണ്? സെയിം $t equal to date of h കൊടുത്തു. ദ അവർ ഓഫ് ദ സെർവർ ഈസ് എന്താണ്? സെർവറിന്റെ അവർ 10 ആണ് എന്ന് പറഞ്ഞു കൊടുത്തു. ആൻഡ് വിൽ ഗിവ് ദ ഫോളോയിങ് മെസ്സേജ്. ഏതാണ്? സെർവറിന്റെ അവർ 10 ആണ്. ഓക്കെ, അപ്പൊ $t ലെസ് ദാൻ 10 ആണെങ്കിൽ ഓക്കെ എക്കോ ചെയ്യാം. എൽസ് ഇഫ് $t ലെസ് ദാൻ 20 ആണെങ്കിൽ എക്കോ ചെയ്യാം. ഇനി ഫൈനലി നിങ്ങൾക്ക് എത്ര എൽസ് ഇഫ് വേണമെങ്കിലും കൊടുക്കാം. അറ്റ് ലാസ്റ്റ് യു ഹാവ് ടു ഗിവ് എൽസ്. എന്താണ്? ഇഫ് ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിന്റെ ഉള്ളിലത്തെ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. ഓക്കെ, ഇനി ഇഫ് കണ്ടീഷൻ ഇത് തെറ്റിയെങ്കിൽ എൽസ് ഇഫ് ചെക്ക് ചെയ്യും. എൽസ് ഇഫ് ട്രൂ ആണെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും, ബാക്കിയൊന്നും നോക്കില്ല. ഇനി വേറൊരു എൽസ് ഇഫ് ഉണ്ടെങ്കിൽ, ഇത് തെറ്റിയാണെങ്കിൽ വേറൊരു എൽസ് ഇഫ് ഉണ്ടെങ്കിൽ അവിടെ ചെക്ക് ചെയ്യും. ദാറ്റ് ഈസ് ട്രൂ ആണെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും, താഴത്തെ ചെക്ക് ചെയ്യില്ല. ഏത് കണ്ടീഷനാണോ വർക്ക് ചെയ്യുന്നത് പിന്നെ ബാക്കിയൊന്നും ചെക്ക് ചെയ്യില്ല. ഓക്കെ, എന്തായാലും ഈ ഒരു കേസ് ഒറ്റൊരു കണ്ടീഷനെ വർക്ക് ചെയ്യുള്ളൂ. ഒരു കണ്ടീഷനെ ട്രൂ ആയിട്ടുണ്ടാവും. അപ്പൊ ഏത് കണ്ടീഷനാണോ ട്രൂ ആയിട്ടുള്ളത് അതിന്റെ കറസ്പോണ്ടിങ് ടാസ്ക് പെർഫോം ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? പുറത്തു വരും. ഓക്കെ, ഇനി ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല, ഇഫ് കണ്ടീഷൻ തെറ്റാണ്, എൽസ് ഇഫ് കണ്ടീഷൻസ് ഒക്കെ തെറ്റാണെങ്കിൽ അറ്റ് ലാസ്റ്റ് ദർ ഈസ് വൺ എൽസ്. ഓക്കെ, ആ എൽസ് വർക്ക് ചെയ്യും. ഓക്കെ, ഡിഫോൾട്ട് ആയിട്ട് കിടക്കുന്നതാണ് എൽസ്. കാരണം പ്രീവിയസ് കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്തു, 1 by 1 ആയിട്ട് ചെക്ക് ചെയ്തു, ഒന്നും ട്രൂ അല്ല. ഓക്കെ, എല്ലാം ഫോൾസ് ആണെങ്കിൽ അറ്റ് ലാസ്റ്റ് എന്ത് വർക്ക് ചെയ്യും? എൽസ് വർക്ക് ചെയ്യും. ഓക്കെ, സോ ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് കണ്ടീഷൻ യു ക്യാൻ ഗിവ്. ഇപ്പോൾ ഈ എൽസ് ഇഫ് ലാഡർ പോലെ തന്നെയാണ് സ്വിച്ച്. എൽസ് ഇഫ് ലാഡറിനെ കൺവേർട്ട് ചെയ്തതാണ് ശരിക്കും എന്ത്?
സ്വിച്ച്. മൾട്ടിപ്പിൾ കണ്ടീഷൻസ് കൊടുക്കുന്നത് തന്നെയാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലൈക്ക് ദാറ്റ് യു ക്യാൻ ഗീവ്. അതാണ് എൽസ് ഇഫ് ലാഡർ. മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇഫ് ദാറ്റ് ഈസ് ട്രൂ, പിന്നെ താഴോട്ടുള്ള ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യില്ല. ഓക്കെ, ഇനി ഇഫ് കണ്ടീഷൻ തെറ്റിയെങ്കിൽ മാത്രമേ എൽസ് ഇഫ് ചെക്ക് ചെയ്യുള്ളൂ. ഓക്കെ, എൽസ് ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആൻഡ് ഇഫ് ദാറ്റ് ഈസ് ട്രൂ, അതിന്റെ കോഡ് വർക്ക് ചെയ്യും. താഴെയുള്ള ഒന്നും ചെക്ക് ചെയ്യില്ല. ഓക്കെ, വേറെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യില്ല. ഓക്കെ, അങ്ങനെയാണ് എൽസ് ഇഫ് ലാഡറിന്റെ വർക്കിംഗ് വരുന്നത്. At last, if none of the conditions is true, മുകളിലുള്ള ഒന്നും ട്രൂ അല്ല എന്നുണ്ടെങ്കിൽ that particular else will be executed. Clear? That is else if ladder. Then we have switch. Switch എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാണ്. ബട്ട് ദ സിൻടാക്സ് വിൽ ബി ലിറ്റിൽ ഡിഫറെന്റ് അല്ലേ? എൽസ് ഇഫ് ലാഡർ പോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ സ്വിച്ച് ഓഫ് ഒരു കണ്ടീഷൻ കൊടുക്കും, അതിൻ്റെ ഉള്ളിൽ കേസ് വാല്യൂസ് കൊടുക്കും. ആൻഡ് വി ഹാവ് ഡിഫോൾട്ട് വാല്യൂസ്. ഓക്കെ, ബ്രേക്ക് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ എന്തിൽ വരുന്നത്? സ്വിച്ചിൽ വരുന്നത്. Okay, so here PHP $fab color എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്, and its value is red. Okay, red ആണ് സെറ്റ് ചെയ്യുന്നത്. സ്വിച്ച് ഓഫ് fab color പാസ് ചെയ്തു. Okay, കേസ് കൊടുത്തു, കേസ് റെഡ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എക്കോ ചെയ്യുക. ബ്ലൂ ആണെങ്കിൽ എക്കോ ചെയ്യുക, ഗ്രീൻ ആണെങ്കിൽ എക്കോ ചെയ്യുക. ദെൻ ഡിഫോൾട്ട് ആയിട്ട് കൊടുത്തു. അപ്പൊ ഇവിടെ റെഡ് എന്നാണ് വാല്യൂ. സോ സ്വിച്ച് ഓഫ് റെഡ് പാസ് ചെയ്യും. റെഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കേസ് മാച്ചിങ് എങ്ങനെയാ വരുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ റെഡുമായിട്ടാണ് മാച്ച് ആവുക. ഓക്കെ, സോ എന്ത് ചെയ്യും? യുവർ ഫേവറേറ്റ് കളർ ഈസ് റെഡ് എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യും. ആൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ എക്സിറ്റ് ഫ്രം ദ സ്വിച്ച്. സ്വിച്ച് എന്ന് എക്സിറ്റ് ചെയ്യും, കാരണം പിന്നെ ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഏത് കേസ് ആയിട്ടാണോ മാച്ച് ചെയ്യണത് ആ കേസ് വർക്ക് ചെയ്യും. ദെൻ ബ്രേക്ക്. ഇനി എല്ലാ കേസുമായിട്ടും മീൻസ് ഈ ഒരു കേസായിട്ട് ഒന്നും മാച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് വിൽ വർക്ക്. ഡിഫോൾട്ട് കേസാണ് വർക്ക് ചെയ്യുക. ഓക്കെ, സോ സ്വിച്ചിന്റെ ഉള്ളിലാണ് നമ്മൾ നോർമലി ബ്രേക്ക് യൂസ് ചെയ്യുക to exit from that switch. Okay, അതാണ് നോക്കുക ബ്രേക്ക്. ദാറ്റ് ഈസ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇത്രയാണ് സെലക്ഷൻ. അപ്പൊ ഈഫ്, സിമ്പിൾ ഈഫ്, ഈഫെൽസ്, നെസ്റ്റഡ് ഈഫ്, നെസ്റ്റഡ് ഈഫ് നമുക്ക് കൊടുക്കാം, എൽസ് ഇഫ് ലാഡർ, ദെൻ സ്വിച്ച്. ഇത്രയാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ്. ബേസ്ഡ് ഓൺ സം കണ്ടീഷൻ വി ആർ സെലക്ടിങ്. ആൻഡ് നൗ ലൂപ്പിംഗ്. ലൂപ്പിംഗ് മീൻസ് we have to perform a code till n number of times. Okay, അങ്ങനെ വരുമ്പോൾ ലൂപ്പ് യൂസ് ചെയ്യും. ലൂപ്പ് തന്നെ നമുക്ക് വൈൽ ലൂപ്പ് ഉണ്ട്, ഡു വൈൽ ലൂപ്പ് ഉണ്ട്, ഫോർ ലൂപ്പ് ഉണ്ട്, ഫോർ ഈച്ച് ലൂപ്പ് ഉണ്ട്. ഓക്കെ, ദീസ് ത്രീ ലൂപ്സ് നമുക്ക് ഫെമിലിയർ ആണ്. ഫോർ ഈച്ച് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചു. ഓക്കെ, എറേസ് ഒക്കെ ഇവിടെ PHP കേസിൽ എറേ ഒക്കെ നമുക്ക് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എറേയിലെ എലമെന്റ്സ് ഒക്കെ ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർ ഈച്ച് യൂസ് ചെയ്യും. ഓക്കെ, ഫോർ ഈച്ച് ലൂപ്പ്. അപ്പോൾ ദർ ആർ ഫോർ ലൂപ്സ് ഇൻ PHP. ഓക്കെ, സോ വാട്ട് ഈസ് വൈൽ ലൂപ്പ്? വൈൽ എന്ന് പറഞ്ഞാൽ എന്തെങ്ങനെ കൊടുക്കുക? സി, ഒരു കണ്ടീഷൻ വേരിയബിൾ ഉണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് എക്സ്. ഓക്കെ, എക്സിന് ഒരു വാല്യൂ അസൈൻ ചെയ്യുക. ഇനീഷ്യലി എക്സിന് ഒരു വാല്യൂ കൊടുക്കുക. വൈൽ ആ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ഒരു കണ്ടീഷൻ കൊടുത്തിരിക്കണം. ഓക്കെ, ദെൻ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്താ ടാസ്ക് വേണ്ടത്? ടാസ്ക് പെർഫോം ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം? കണ്ടീഷണൽ വാരിയബിൾ ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ് ചെയ്തിരിക്കണം. ഓക്കെ, എന്താണ്? ലൂപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു കണ്ടീഷൻ വാരിയബിൾ ഉണ്ടാവും. നമ്മൾ നോർമലി ഐ ആണ് പറയുക, ഇവിടെ എക്സ് എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിനൊരു വാല്യൂ ഇനീഷ്യലി സെറ്റ് ചെയ്തിരിക്കണം. ആൻഡ് യു ഹാവ് ടു പ്രൊവൈഡ് ദ കണ്ടീഷൻ. വൈലിന്റെ ഉള്ളിൽ അതിനൊരു കണ്ടീഷൻ കൊടുത്തിരിക്കണം. ആൻഡ് ഇൻസൈഡ് വൈൽ ലൂപ്പ് അറ്റ് ലാസ്റ്റ് യു ഹാവ് ടു ഗിവ് അപ്ഡേഷൻസ് ഫോർ ദാറ്റ് കണ്ടീഷൻ വേരിയബിൾ. നമ്മൾ I++ ചെയ്യും, അല്ലെങ്കിൽ I-— ചെയ്യും. അതുപോലെ ആ ഒരു കണ്ടീഷൻ വേരിയബിളിന് ഒരു അപ്ഡേഷൻ വൈൽ ലൂപ്പിന്റെ ഉള്ളിൽ കൊടുത്തിരിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് വൈൽ ലൂപ്പ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? ദ നമ്പർ ഈസ് എന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേ ആണ്. 1 മുതൽ 5 വരെ ഡിസ്പ്ലേ ചെയ്യും. എക്സിന്റെ വാല്യൂ 1 ആണ് ഇനീഷ്യലി. കണ്ടീഷൻ എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. സോ 1 2 3 4 5 വരെ എന്ത് ചെയ്യും? ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? വൈൽ ലൂപ്പിന്റെ വർക്കിംഗ്. അതുപോലെ ഡു വൈൽ ലൂപ്പ്. ഡു വൈൽ മീൻസ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് ആണ്. ഓക്കെ, എക്സിറ്റ് കൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി കയറുമ്പം കണ്ടീഷൻ ചെക്ക് ചെയ്യില്ല. ഓക്കെ, ഫസ്റ്റ് ഒരു പ്രാവശ്യം കയറി കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഫുൾ കണ്ടീഷൻ ബേസ് ആണ് വർക്ക് ചെയ്യുക. ഇനീഷ്യലി കയറുമ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. സോ ഇവിടെയും എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. യു ഹാവ് ടു ഇനീഷ്യലൈസ് ഇറ്റ്, ദെൻ ഡു, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാം. കണ്ടീഷൻ വേരിയബിൾ അപ്ഡേഷൻ കൊടുക്കണം. ഓക്കെ, ഡു ക്ലോസ് ചെയ്യുക, വൈൽ കണ്ടീഷൻ കൊടുക്കുക. വൈൽ കണ്ടീഷന്റെ കൂടെ യു ഹാവ് ടു പ്രൊവൈഡ് എ സെമിക്കോളൻ. ഓക്കെ, ഡു വൈൽ ലൂപ്പിൽ വൈലിന്റെ കൂടെ എന്ത് വരും? സെമിക്കോളൻ വരും. ഓക്കെ, എന്നിട്ട് PHP ടാഗ് ക്ലോസ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ സെയിം ഔട്ട്പുട്ട് തന്നെയാണ്, ബട്ട് വൈൽ ലൂപ്പ് ഈസ് എൻ എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. കാരണം ഇനീഷ്യലി കയറുമ്പോൾ തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടാണ് കയറുക. ഡു വൈൽ ഈസ് എൻ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. ഓക്കെ, അറ്റ് ലാസ്റ്റ് ആണ്, ഫസ്റ്റ് കയറുമ്പോൾ ചെക്ക് ചെയ്യില്ല. ദെൻ ഫെർദർ കേസ് ഒക്കെ ഐട്രേഷൻസ് ഒക്കെ ബേസ്ഡ് ഓൺ കണ്ടീഷൻ ആണ്. ദാറ്റ് ഈസ് ഡു വൈൽ. ആൻഡ് ഫോർ ലൂപ്പ്. ഫോർ നമുക്ക് സിന്റാക്സ് അറിയാം, ഇതും ഒരു എന്താണ് എൻട്രി കൺട്രോൾഡ് ലൂപ്പ് ആണ്. ഓക്കെ, എന്താ കണ്ടീഷൻ? ഇതിന്റെ കേസിൽ നമുക്ക് ഒരുമിച്ച് കൊടുക്കാം. നോക്കൂ, കണ്ടീഷൻ വേരിയബിളിന്റെ വാല്യൂ സെറ്റ് ചെയ്യാം, കണ്ടീഷൻ കൊടുക്കാം, അപ്ഡേഷൻസ് ഒക്കെ ഒരു ലൈനിൽ തന്നെ കൊടുക്കാം. ഓക്കെ, സോ ഫോർ $x=0 മുതൽ എവിടെ വരെ വർക്ക് ചെയ്യുക? 10 വരെ. 0 മുതൽ 10 വരെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, x++ ആണ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യും? ആദ്യം 0 സെറ്റ് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്യും, ബോഡി വർക്ക് ചെയ്യും. ബോഡിയിൽ എന്താണ്? ദ നമ്പർ ഈസ് എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യും. ആഫ്റ്റർ ദാറ്റ് ഇൻക്രിമെന്റ്. ഓക്കെ, പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും, ബോഡി, ഇങ്ങനെ ലൂപ്പ് ചെയ്ത് ടിൽ 10 വരെ വർക്ക് ചെയ്യും. വെൻ ഇറ്റ് കംസ് ടു 11 ആയി കഴിഞ്ഞാൽ കണ്ടീഷൻ ഫോൾസ് ആവും. സോ ഫോർ ലൂപ്പ് പുറത്ത് വരും, എക്സിറ്റ് ആവും. ഓക്കെ, അതാണ് ഫോർ ലൂപ്പിന്റെ കേസ്. സോ ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് നിങ്ങൾ പഠിച്ചതാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഫോർ ഈച്ച് ലൂപ്പ്. ഫോർ ഈച്ച് ലൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പറഞ്ഞു, എറേസിന്റെ കേസിൽ നമുക്ക് എറേ എലമെന്റ്സിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർ ഈച്ച് ലൂപ്പ് യൂസ് ചെയ്യുന്നത്. സോ സ്റ്റഡി ദ സിന്റാക്സ് ഓഫ് ഫോർ ഈച്ച് ലൂപ്പ്. എങ്ങനെയാ വരിക? ഇവിടെ ഒരു എറേ കൊടുത്തിട്ടുണ്ട്, കളേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എറേ. ഓക്കെ, $colors എറേ ഓഫ്, നിങ്ങൾക്ക് വാല്യൂസ് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് എറേ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഡോളർ ഒരു വേരിയബിൾ നെയിം ഈക്വൽ ടു എറേ ഓഫ് എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റും. ഓക്കെ, വിൽ സ്റ്റഡി എറേസ് ഇൻ ലേറ്റർ ക്ലാസ്. ഓക്കെ, എറേ ഓഫ് നിങ്ങൾ എന്തൊക്കെയാ വാല്യൂസ് കൊടുത്തത്? റെഡ്, ഗ്രീൻ, ബ്ലൂ, യെല്ലോ, 4 ഫീൽഡ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത് ഇൻഡെക്സ് 0 ആണ്, 1 2 3. എറേ ഇൻഡെക്സ് ഓൾവേസ് സ്റ്റാർട്ട്സ് അറ്റ് 0. ഓക്കെ, ഇനി എന്താ ചെയ്യണേ? ഫോർ ഈച്ച് ബ്രാക്കറ്റിൽ $colors. നമ്മൾ ഇത് ഈ എല്ലാ വാല്യൂസും എവിടെ ഉണ്ട്? കളേഴ്സ് എന്ന് പറഞ്ഞ വേരിയബിളിൽ ഉണ്ട്, എറേ ആയിട്ടാണ് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, സോ $colors ആസ് $value ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. അതായത് നിങ്ങൾ ഇവിടെ കൊടുത്ത വേരിയബിളിന്റെ പേരാണ് ഫസ്റ്റ് കൊടുക്കുക. ഓക്കെ, $colors ആസ് $value എന്ന് പറഞ്ഞാൽ ആ സിന്റാക്സ് സെയിം ആണ്, ആസ് $value. അതെല്ലാത്തിലും അങ്ങനെയാണ് ഉണ്ടാവുക, ആസ് $value. ഓക്കെ, എന്താ ചെയ്യണത്? കളേഴ്സിലുള്ള വാല്യൂ എടുക്കുക, 1 by 1 ആയിട്ട് എടുക്കുക, അതാണ് ചെയ്യുന്നത്. ഓക്കെ, കളേഴ്സിൽ എന്തൊക്കെയാ വാല്യൂ ഉള്ളത്? റെഡ്, ഗ്രീൻ, ബ്ലൂ, യെല്ലോ എന്ന് പറഞ്ഞ 4 values are there. You have to take it 1 by 1. സോ അതിന്റെ സിന്റാക്സ് ഫോർ ഈച്ച് $colors, ആ വാരിയബിളിന്റെ പേര്, ആസ് $value. എക്കോ എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് ഇവിടുന്ന് 1 by 1 ആയിട്ട് എടുത്തിട്ട് വാല്യൂയിൽ ഉണ്ടാവും റിസൾട്ട്. ഓക്കെ, വാല്യൂ ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, കളേഴ്സ് അല്ല ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഓക്കെ, കളേഴ്സിന് എടുക്കുക, വാല്യൂയിൽ കൊണ്ടുപോയി വെക്കുക, ദെൻ ഡിസ്പ്ലേ വാല്യൂ. വാല്യൂ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഫോർ ഈച്ച് ലൂപ്പാണ് എവിടെ വരെ പോവുക? ഈ കളേഴ്സിന്റെ ലാസ്റ്റ് വരെ ഇവർ പോകും, 1 by 1 ആയിട്ട് ട്രാക്ക് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് വാല്യൂ കാണുന്ന? റെഡ് ഔട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് BR മീൻസ് നെക്സ്റ്റ് ഐട്രേഷനിൽ ഗ്രീൻ കിട്ടും, അടുത്ത ബ്ലൂ കിട്ടും, നെക്സ്റ്റ് യെല്ലോ കിട്ടും. യെല്ലോ കഴിഞ്ഞാൽ കളേഴ്സ് തീർന്നു. ഓക്കെ, സോ ഫോർ ലൂപ്പ് എൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഫോർ ഈച്ച് നിങ്ങൾ കൊടുത്തിട്ടുള്ള വാരിയബിൾ ആസ് $value അങ്ങനെയാണ് ഉണ്ടാവുക. എന്നിട്ട് യു ഹാവ് ടു ഡിസ്പ്ലേ ദ $value. ഓക്കെ, $value ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, എപ്പോഴും സിന്റാക്സ് സെയിം ആണ്. $value വെച്ചാൽ ഇത് ഐട്രേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും. എത്ര വരെ ഐട്രേറ്റ് ചെയ്യുക? ആ വാരിയബിളിന്റെ ലാസ്റ്റ് വരെ, എൻഡ് കാണുന്നവരെ എന്ത് ചെയ്യും? ഐട്രേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒന്നുമില്ല, ഒരു കാൽക്കുലേഷനും ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങൾ വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യാണ് വിത്ത് BR, ന്യൂ ലൈൻ കൊടുത്തിട്ട് വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യാണ്. ഓക്കെ, ദാറ്റ് ഇസ് ദ കേസ് ഓഫ് ഫോർ ഈച്ച്, നോർമലി യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് എറേസ്. ഓക്കെ, സോ എറേ എങ്ങനെയാ കൊടുക്കുക? വാരിയബിൾ നെയിം ഈക്വൽ ടു എറേ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്പെസിഫൈ ചെയ്യാം. ഇവിടെ ഇതൊരു സ്ട്രിങ് ആയിട്ടാണ് കൊടുത്തത്, നമ്പേഴ്സോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ദിസ് ഈസ് എ സ്ട്രിങ് എറേ, കാരണം സ്ട്രിങ് ആണ്, റെഡ്, ഗ്രീൻ, ബ്ലൂ, യെല്ലോ എന്നൊക്കെ പറയുന്നത് സ്ട്രിങ് ആണ്. സോ ആ 4 വാല്യൂസും കളേഴ്സിൽ ഉണ്ടാവും, അത് 1 by 1 ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ $4 ആസ് $value, എന്നിട്ട് എക്കോ $value ചെയ്യാം. സോ ദിസ് ഈസ് ദ കേസ് ഓഫ് ഫോർ ഈച്ച് ലൂപ്പ്. ക്ലിയർ? നെക്സ്റ്റ് വി ഹാവ് ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ ഓൾറെഡി ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ പഠിച്ചതാണ്. ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇപ്പം ഒരു ഇവിടെ നോക്കൂ, $x=0, x<10 വരെ വർക്ക് ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ എന്താ കണ്ടീഷൻ കൊടുത്തത്? ഇഫ് $x=4 ആണെങ്കിൽ ബ്രേക്ക് ചെയ്യുക. ഈഫ് കണ്ടീഷന്റെ ഉള്ളിലാണ് ബ്രേക്ക് കൊടുത്തത്, പക്ഷെ എവിടുന്നാണ് എക്സിറ്റ് ആവുക? ബ്രേക്ക് മീൻസ് യു ഹാവ് ടു എക്സിറ്റ്. എവിടുന്ന് എക്സിറ്റ് ആവുക? ലൂപ്പ് എന്നാണ് എക്സിറ്റ് ആവുക. ഓക്കെ, ഈഫ് കണ്ടീഷൻ, ഒരു ലൂപ്പിന്റെ ഉള്ളിൽ കണ്ടീഷന്റെ ഉള്ളിലാണ് നിങ്ങൾ ബ്രേക്ക് കൊടുത്തതെങ്കിലും എവിടുന്ന് എക്സിറ്റ് ആവുക? ഇറ്റ് വിൽ എക്സിറ്റ് ഫ്രം ദ ലൂപ്പ് ഇറ്റ് സെൽഫ്.
അപ്പോൾ എക്സ് ഈക്വൽ ടു 0 വർക്ക് ചെയ്യും. കണ്ടോ, നമ്പർ ഈസ് എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0 വർക്ക് ചെയ്യും, 1 വർക്ക് ചെയ്യും, 2 വർക്ക് ചെയ്യും, 3 വർക്ക് ചെയ്യും. എക്സിന്റെ വാല്യൂ 4 ആയി കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ ട്രൂ ആയി. ഇഫ് കണ്ടീഷൻ ട്രൂ ആയി. ഇഫ് കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ യു ഹാവ് ടു ബ്രേക്ക്. യു ഹാവ് ടു ബ്രേക്ക് മീൻസ് യു ഹാവ് ടു എക്സിറ്റ് ഫ്രം ദ ഫോർ ലൂപ്പ്. പിന്നെ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യില്ല. കണ്ടോ, പക്ഷെ ആക്ച്വലി എക്സ് ലെസ് ദാൻ 10 വരെ വർക്ക് ചെയ്യേണ്ട ലൂപ്പാണ്. പക്ഷെ എന്താ കണ്ടീഷൻ കൊടുത്തത്? എക്സിന്റെ വാല്യൂ 4 ആയി കഴിഞ്ഞാൽ യു ഹാവ് ടു ബ്രേക്ക് ഇറ്റ്. ഓക്കെ, അതാണ് ബ്രേക്ക്. യു ഹാവ് ടു എക്സിറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ആണ്. ബട്ട് ഈഫിന്റെ ഉള്ളിലാണ് കൊടുത്തതെങ്കിലും ഇറ്റ് വിൽ എക്സിറ്റ് ഫ്രം ദ ഫോർ ലൂപ്പ്. ഓക്കെ, ഇനി കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നെക്സ്റ്റ് ഐറ്ററേഷൻ കണ്ടിന്യൂ ചെയ്യുക. സ്കിപ്പ് ആൻഡ് കണ്ടിന്യൂ ആണ്. സ്കിപ്പ്, ഓക്കെ, ജമ്പ് എന്നുള്ള കോൺസെപ്റ്റ് ആണ് കണ്ടിന്യൂ. നോക്കൂ, എക്സ് ഈക്വൽ ടു 0, എക്സ് ലെസ് ദാൻ 10 എക്സ് ഈക്വൽ ടു 4 ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താ ചെയ്യാന്ന് അറിയോ? കണ്ടിന്യൂ ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. 4ൽ സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് വാല്യൂ വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യും. 5 വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യും. ഇപ്പൊ നോക്കൂ, ഇപ്പം എക്സിന്റെ വാല്യൂ 0 ആണ്. അപ്പോൾ കണ്ടീഷൻ ഇഫ് കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പൊ നമ്പർ ഈസ് 0 വരും, 1 വരും, 2 വരും, 3 വരും. ഇനി എക്സിന്റെ വാല്യൂ 4 ആയി കഴിഞ്ഞാൽ അവരെന്താ പറയണേ? കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ കണ്ടിന്യൂ എന്ന് പറയുന്നത്. കണ്ടിന്യൂ മീൻസ് യു ഹാവ് ടു കണ്ടിന്യൂ വിത്ത് നെക്സ്റ്റ് ഐറ്ററേഷൻ. അപ്പൊ എന്ത് വരും എന്നറിയോ? 4ൽ ഈ നമ്പർ ഈസ് എന്ന് പറഞ്ഞിട്ട് ദ നമ്പർ ഈസ് 4 എന്ന് പറഞ്ഞ് വർക്ക് ചെയ്യില്ല. എന്താ ചെയ്യുക? നേരെ പോയിട്ട് എക്സിന്റെ വാല്യൂ 5 ആക്കും. ഓക്കെ, എക്സ് 4 ആണിപ്പോ. കണ്ടിന്യൂ പറയുമ്പോൾ എക്സിന്റെ വാല്യൂ 5 ആക്കും. ഓക്കെ, 5 ആക്കിയിട്ട് എന്ത് ചെയ്യും? നേരത്തെ ചെയ്ത പോലത്തെ ഡിസ്പ്ലേ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. എവിടെ വരെ വരും? 9 വരെ. കാരണം എക്സ് ലെസ് ദാൻ 10 ആണ്. ഓക്കെ, അപ്പൊ 5ൽ വർക്ക് ചെയ്യും, 6ൽ വർക്ക് ചെയ്യും, 7, 8, 9 വരെ വർക്ക് ചെയ്യും. അവിടെ 4 ദ നമ്പർ ഈസ് 4 എന്ന് പറഞ്ഞിട്ടുള്ള ആ ലൈൻ ഉണ്ടാവില്ല. കാരണം 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇഫ് കണ്ടീഷൻ ട്രൂ ആയി. ഓക്കെ, ഇഫ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലാണ് ഈ എക്കോ വരുന്നത്. ഇഫ് കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുക? കണ്ടിന്യൂ വിത്ത് നെക്സ്റ്റ് ഐറ്ററേഷൻ. എക്സിന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുക, നെക്സ്റ്റ് ഐറ്ററേഷൻ. ഇവിടെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ 4 ആയി കഴിഞ്ഞാൽ, 4 അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്കോ എന്ന് പറഞ്ഞു കൊടുക്കാം. 4 ആയി കഴിഞ്ഞാൽ ബ്രേക്ക് ആണ് ചെയ്യുന്നത്. സോ യു ഹാവ് ടു എക്സിറ്റ്. ഓക്കെ, ഇവിടെ എക്സിറ്റ് ആണ്, ഇവിടെ കണ്ടിന്യൂ ആണ്. ഓക്കെ, അതാണ് ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ ഡിഫറൻസ്. ഓൾറെഡി വി ഹാവ് സ്റ്റഡീഡ്, ബട്ട് ഒന്നും കൂടെ ടെക്സ്റ്റ് വൈസിൽ പറഞ്ഞേ ഉള്ളൂ. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? വേഗം റെസ്പോണ്ട് ചെയ്തേ. ക്ലിയർ ആണോ? ശ്രീഷ്മ, ജസ്ന, മസ്ന, അദ്വൈത്, ആകാശ്, clear? If you have any doubts, ask me. Okay, okay, you can post your attendance here. Post your attendance here and you can leave. Okay, post it all, then you can leave. Okay, okay, Devika. Okay. എല്ലാവരും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞോ? അറ്റൻഡൻസ് പോസ്റ്റ് ചെയ്തല്ലോ? ഓക്കെ, താങ്ക് യു.